അല്ല മോളെ, ഈ നാട്ടിൽ നിന്നിട്ട് എന്നെ കിട്ടാനാ? അപ്പം കണ്ടപ്പോൾ പറഞ്ഞായിരുന്നു OITക്ക് തോറ്റെന്ന്. എത്ര വട്ടം എഴുതി? ശല്യം. നിങ്ങൾക്ക് വേറെ ഹോസ്പിറ്റലിൽ എങ്ങാനും പോയിക്കൂടായിരുന്നാ? എന്റെ മോളി ഹോസ്പിറ്റലിൽ ഒറ്റ കുത്തി കിട്ടി. പ്രാവശ്യം കിട്ടില്ലെന്ന് പിന്നെയും ട്രൈ ചെയ്യാമല്ലോ. ചിലരാരും പറഞ്ഞിട്ട് കാര്യമില്ലെന്ന്. എത്ര വട്ടം എഴുതിയാലും കിട്ടുകയില്ല. ആ ജെയിംസിന്റെ മോളില് 4 വട്ടം OIT ചെയ്ത് തോറ്റ്. പിന്നെ അവള് നോയനക്കൊക്കെ പോയി പ്രാർത്ഥിച്ചിട്ട് എങ്ങനെ കെയർവിസൊക്കെ ഒപ്പിച്ചെടുത്ത് UK പോയി. തന്തമാർക്കും യോഗം വേണം മക്കളെ കൊണ്ട്. കൊച്ചിന്റെ കാര്യമല്ല ഞാൻ പറഞ്ഞത്, മറ്റേ ജെയിംസിന്റെ മക്കളുടെ കാര്യം പറഞ്ഞു. ഇപ്പൊ എന്റെ മോള് ഹോസ്പിറ്റലിൽ അവൾക്ക് NHS ജോലി കിട്ടി. അവളിപ്പോ ഫ്ലാറ്റ് വാങ്ങി, കാറ് വാങ്ങി. അപ്പനെ അമ്മയും ചെല്ലാൻ പറഞ്ഞ് വിളിക്കുവാന്നേ. അപ്പൊ ക്രിസ്മസ് ഒക്കെ ആകുമ്പോൾ അവിടെ ഒന്ന് കറങ്ങി, യൂറോപ്പ് മൊത്തം ഒന്ന് കറങ്ങി, റോമിലും പോയി മാർപ്പാപ്പയും കണ്ട് കയ്യിലും മുത്തേച്ചിങ് പോരാന്ന് ഞാൻ വിചാരിക്കും. താനും മാർപ്പാപ്പ ഒരേ സ്കൂളിൽ പഠിച്ചാണല്ലോ വയ്യേ മുത്താൻ. എല്ലാം ശരിയാവുന്നേ. നേഴ്സുമാരെല്ലാം സമരമൊക്കെ കഴിഞ്ഞില്ല, എല്ലാം കൂട്ടി കിട്ടിയോ? 2000 3000 കൂട്ടി കിട്ടിയാ? ആ പിന്നെ ഇപ്പൊ പ്രിയറിഞ്ഞി ഉള്ളതുകൊണ്ട് വണ്ടിക്കാശ് ലാഭമായി അല്ലേ? എന്നാലും അതുകൊണ്ട് എന്നാ ആവാനാ? കുറച്ചൊരു കാര്യം ചെയ്യാം, ജോസ്മിയായിട്ടൊന്ന് സംസാരിക്കാം. അവൾ അടുത്ത മാസം വീട്ടിൽ വരുന്നുണ്ട്, അപ്പം ഒന്ന് കാണും കേട്ടോ. കുറച്ച് മിഠായും കൊണ്ടുവരുള്ളൂ, അപ്പോൾ അതും തന്നു വിട്ടേക്കാം. കയറി പൊക്കൂടെ? കെയർ വിസ നീ ചേട്ടാ, ചേട്ടന്റെ ചെലവിലല്ലോ ഞാൻ നേഴ്സിംഗ് പഠിച്ചത്. OIT പഠിക്കുന്നില്ലേ, OIT ജയിച്ചില്ലേ? ഞാൻ ഒന്നല്ല ഒരു 10-50 പ്രാവശ്യം എഴുതും. നിങ്ങൾക്ക് എന്നാ? നിങ്ങളല്ലല്ലോ OITക്കുള്ള പൈസ ചെലവാക്കുന്നത്. ഞായറാഴ്ച ഒന്ന് പള്ളിയിൽ പോകാന്ന് വെച്ചാൽ അവിടെയും വന്ന് നോക്കൂത്തിനെ പോലെ ചേട്ടാ നിൽക്കും. ഇനി ഞാൻ പോകുന്ന എവിടെയെങ്കിലും പള്ളിയിലോ വല്ലയിടത്തും വന്ന് പോകുന്നില്ലേ, പുറത്ത് പോകാറായില്ലേ, ഒന്നും ആയില്ലെന്ന് ചോദിച്ചോണ്ട് വന്നേക്കരുത്. അപ്പൊ കിട്ടും നിങ്ങൾക്ക്. ചോദിക്കത്തില്ല. പിന്നെ ഇത് പുറത്തോട്ട് ആരെയും അറിയിക്കണ്ട. ചേട്ടൻ പറഞ്ഞപ്പോ ഞാൻ തിരിച്ചു പറഞ്ഞതേ ഉള്ളൂ കേട്ടോ. മനസ്സിൽ വെച്ചാൽ മതി കേട്ടോ.